റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ലോകരാഷ്ട്രീയത്തിൽ ഒരു പ്രധാന വിഷയമായി തുടരുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പലപ്പോഴും വ്യത്യസ്തവും ചിലപ്പോൾ പരസ്പര വിരുദ്ധവുമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം റഷ്യ യുക്രൈൻ സംഘർഷം 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പലതവണ ആവർത്തിച്ച് പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നാൽ അടുത്തിടെ നടത്തിയ പ്രസ്താവനകളിൽ ഈ വിഷയത്തിന്റെ സങ്കീർണതയും താൻ പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടാണ് ഇത് പരിഹരിക്കാനെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ട്രംപിന്റെ ഈ പുതിയ നിലപാട് സംഘർഷത്തിന്റെ തീവ്രതയും അതിന്റെ അന്താരാഷ്ട്ര മാനങ്ങളും അദ്ദേഹത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തിയതിന്റെ സൂചനയാണ്. തുടക്കത്തിൽ ഒരു ബിസിനസ്സുകാരന്റെ വീക്ഷണകോണിൽ നിന്നും ഒരു ഡീൽ ഉറപ്പിക്കുന്നത് പോലെ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായെന്നിരിക്കാം. എന്നാൽ യുക്രൈനിലെ യാഥാർത്ഥ്യങ്ങൾ, റഷ്യയുടെ തന്ത്രങ്ങൾ, അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ വെല്ലുവിളികൾ എന്നിവയെല്ലാം ചേർന്ന് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയതായി അദ്ദേഹം ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നുണ്ട്.